ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. നല്ലതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് വയ്ക്കണം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൂപ്പർ റെഡിൻ്റെ ജെൽ കളർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ വെച്ച് കൊടുക്കാം. കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ട്രേ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് എടുത്തു. 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ബൗളും അതുപോലെ തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലെൻഡറും ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഹൈ സ്പീഡിലിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഇവിടെ നല്ലതുപോലെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് ചുറ്റും സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ഓൾറെഡി സോഫ്റ്റാണ്, അപ്പോൾ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ലെയറും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ റെഡും വൈറ്റും കൂടിയാണ് കൂടുതലും കാണുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്.
അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് യെല്ലോ കളർ, ലെമൺ യെല്ലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-3 ഡ്രോപ്സ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ഫുള്ള് യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതെടുക്കാം ഫ്രിഡ്ജിൽ നിന്ന്. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്കിന് മുകൾ ഭാഗത്തായിട്ട് സൈഡിലായിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈനിങ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് ചുറ്റും ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കിലായിട്ട് ചെറിയ ഫ്ലവേഴ്സ് പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യണം.